എനിക്കെന്താ വെച്ചാല് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാലത് അതിൻ്റെ ഇടയിൽ ബ്രേക്കുകൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് അങ്ങനെ ബ്രേക്കുകൾ എടുക്കാനായിട്ട് അത് ഭയങ്കര കൺവീനിയൻസ് ആണ്. അങ്ങനെ ബ്രേക്ക് എടുത്ത് വിശ്രമിച്ച് ബാക്കി ഷൂട്ട് ചെയ്യാൻ. പക്ഷെ അത്രയും കൺവീനിയൻ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ മാത്രം അങ്ങനത്തെ ബഡ്ജറ്റ് അല്ല നമ്മളുടെ മലയാള സിനിമയുടെ ഒരു സ്ട്രോങ് പോയിന്റ്. നമ്മളെപ്പോഴും കുറച്ച് ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഇപ്പോഴും മലയാള സിനിമ എല്ലാ സിനിമകളും അങ്ങനെയാണ് ചെയ്യുന്നത്. മറ്റ് ഇൻഡസ്ട്രികളിലുള്ള പോലെ മാസത്തിൽ 20 ദിവസം ഷൂട്ട് പിന്നെ 10 ദിവസം റെസ്റ്റ് പോലെ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം നമുക്കില്ല. നമ്മളുടെ മലയാളി ഡയസ്പോറയാണ് കൂടുതലായിട്ടും മലയാള സിനിമകൾ കാണുന്നത്. അപ്പോൾ നമുക്ക് വരാവുന്ന ഒരു വരവിനനുസരിച്ചേ നമുക്ക് ഇത് ചെലവ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു എത്ര മുടക്കിയാലും അതിൻ്റെ ഇരട്ടി സിനിമയിൽ കാണണം എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുക. അപ്പോൾ അത് കാരണം കൊണ്ടും പിന്നെ ആ സിനിമ ഒരു സിനിമയുടെ ഷൂട്ട് തുടങ്ങി മഴ കാരണം കൊണ്ടൊക്കെ ആയിട്ട് ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരു ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ നമുക്ക് രാവിലെ തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ പാക്കപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മുന്നോട്ടുള്ള സിനിമകൾക്ക് നമ്മൾ ഏകദേശം ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഡേറ്റുകളിൽ നിന്ന് മാറും. അപ്പോൾ ഒരു സിനിമയെല്ലാം മാറാം, തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ സിനിമകളുടെയും ഡേറ്റുകൾ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് മാറും. അപ്പോൾ ഇതൊക്കെ ഉള്ള കാരണം കൊണ്ട് ഞാൻ അതിനേക്കാൾ നമുക്ക് എല്ലാ ദിവസവും വർക്ക് ചെയ്യാം. ഒരു സ്കെഡ്യൂളിൽ അങ്ങോട്ട് സിനിമ തീർന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ്, പ്രൊഡ്യൂസർക്കും ലാഭമാണ്, നമുക്ക് എല്ലാവർക്കും ഒരു സമാധാനം. അങ്ങനെയാണ് അന്നെന്ന് വെച്ചാൽ ആ മഴയത്ത് ഒക്കെ ഷൂട്ട് ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ എത്ര ദിവസം മഴയത്ത് ഷൂട്ട് ചെയ്ത അല്ല മഴയത്ത് നമ്മൾ ആ ഫൈറ്റ് സീക്വൻസ് മഴയത്തുള്ളത് ഒരു 6 ദിവസം മഴയത്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം എല്ലാവരും മഴ നനഞ്ഞൊക്കെയാണ് നിൽക്കുന്നത് ആ സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും. അതിനകത്ത് ഞാനും അതിലുള്ള ഈ സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും പ്രശാന്തന്റെ കുടയുണ്ടായിരുന്നു, ഇല്ല തലയിലൊരു തോർത്തുകൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ ഭാഗ്യം ചെയ്തവർക്ക് കുടയുണ്ടാവും, ബാക്കിയുള്ളവരൊക്കെ ഈ മഴയത്തൊക്കെ നിന്നിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡിജോൻ പറഞ്ഞു എല്ലാവരും കുറച്ച് ടയർഡാണ്. ഞാൻ പറഞ്ഞു ഡിജോ അങ്ങനെ ഒരു ലക്ഷറി നമുക്ക് എടുക്കാൻ പറ്റില്ല. അതായത് അവർ ഏറ്റവും കൂടുതൽ തലവത്തി പറഞ്ഞ ഞാൻ ഷൂട്ടിന് വരാമെന്ന് പറഞ്ഞ പിന്നെ വേറെ ആർക്കും വരാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരാഴ്ച ബ്രേക്ക് എടുക്കുമ്പോൾ ഈ ഇവരൊക്കെ പോകുന്നതിന്റെയും വരുന്നതിന്റെയും ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യുന്നവരുടെ താമസത്തിന്റെയും തുടങ്ങിയിട്ടുള്ള എല്ലാ ചെലവുകളും പ്രൊഡ്യൂസറുടെ പോക്കറ്റിൽ നിന്നാണല്ലോ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനന്ന് വേണ്ട ഡിജോ നമുക്ക് നാളത്തോടെ തന്നെ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യാം, അപ്പോൾ എല്ലാം കൊണ്ടും അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ഞാൻ തവിട് കൂടി. പണ്ടത്തെ ഒരു ചുമയും പനിയൊക്കെ വരുന്നതിനേക്കാൾ കൊറോണ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന പനി ചുമ, ഞാനങ്ങനെ നല്ല ജലദോഷവും പനിയൊക്കെ ഉള്ള സമയത്ത് ഞാൻ ലേറ്റ് നൈറ്റ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്കത് അന്നൊന്നും അതൊരു കുഴപ്പം തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ ചിലപ്പോൾ ഫൈറ്റ് ചെയ്തതിൻ്റെ ആയിരിക്കാം, അത്രയും നേരം തലനീരിറങ്ങിയതിൻ്റെ ആയിരിക്കാം, എൻ്റെ കഴുത്തുളുക്കി, ബാക്ക്, നടുവേദന, ഭയങ്കരമായിട്ടുള്ള ചുമ, ആന്റിബയോട്ടിക് കഴിക്കേണ്ടി വന്ന ഒരു കോഴ്സ്. അങ്ങനെയൊന്നും സാധാരണ ഉണ്ടാവാറില്ല. ആ കോൺഫിഡൻസിൽ പറഞ്ഞതാണ്. പക്ഷെ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്നലെ എന്താ പറ്റിയത്, എന്നെ ലോറി ഇടിച്ചോ, എന്താ എനിക്ക് എണീക്കാൻ പറ്റാത്തത് എന്ന് ചിന്തിക്കുന്ന അത്രയും ടയർഡായിരുന്നു ഞാൻ. അപ്പോഴാണ് ഞാൻ ടീച്ചറിനെ വിളിച്ചിട്ട് ഇന്നലെ പറഞ്ഞ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു, നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്തു. ഞാനൊരു 2 ദിവസം 3 ദിവസം റെസ്റ്റ് എടുത്തു. ഒരു 3-4 ദിവസത്തേക്ക് ഭയങ്കര ക്ഷീണവും ഒക്കെ ആയിരുന്നു. അതങ്ങനെ എപ്പോഴും സംഭവിക്കാറില്ല, അത് വല്ലപ്പോഴും സംഭവിക്കണതാണ്. അത് സാധാരണ പനി ആയിരുന്നില്ല, മറ്റേ കൊറോണയുടെ വല്ല വേരിയന്റും വന്ന് എന്റെ അഹങ്കാരത്തിന് എനിക്ക് തന്ന ശിക്ഷയായിരിക്കും. അഹങ്കാരമല്ല, അത് സതുദ്ദേശത്തോടുള്ള ഒരു എന്തായിരുന്നു. എന്തുവന്നാലും പനി ഉണ്ടെങ്കിലും ജലദോഷം ഉണ്ടെങ്കിലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ, അത് അങ്ങനെ നമ്മളത് നോക്കണ്ട എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള എന്റെ കോൺഫിഡൻസ് ഇല്ലാതെ പറഞ്ഞത്. പക്ഷെ ഇതില് കുറച്ച് നമ്മൾ തകർന്നു പോയി. പക്ഷെ അത് കാരണം കൊണ്ട് ഇപ്പോൾ കുറച്ച് കെയർഫുൾ ആണ്. ഞാൻ വൈറ്റമിൻ സി ഒക്കെ കഴിക്കുന്നുണ്ട് ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള. അല്ല, നമ്മള് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. നമ്മളൊന്ന് രാത്രിയൊക്കെ ഇപ്പൊ ടൊവി പറഞ്ഞാൽ ടൊവിയുടെ ഹോസ്റ്റലിലേക്ക് നമ്മൾ ചെന്നിട്ട് നമ്മൾ സിനിമകൾ കാണും, പഴയ സിനിമകൾ കാണും. ഇപ്പൊ ഐ.വി. ശശി സാറിന്റെ സിനിമ തൊട്ട് പലതും കണ്ടിരുന്നു, ഞാൻ കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ മറോത്ത് കനവ്, നരൻ, അങ്ങനത്തെ കുറെ സിനിമകൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്, ഞങ്ങൾ ചർച്ചയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഈ ലുക്ക് ഞങ്ങൾ 2019 നമ്മൾ അനൗൺസ് ചെയ്തപ്പോഴും ഈ ലുക്ക് വിട്ടതാണ്. അപ്പൊ അന്ന് തൊട്ടേ ഈ ലുക്കിലേക്ക് നമ്മുടെ ചട്ടമ്പി കിട്ടണം എന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് തീരുമാനിച്ചിരുന്നു. അപ്പോൾ അത് ടൊവി ഈ പറഞ്ഞ പോലെ ലാസ്റ്റത്തെ സിനിമയുടെ ഷൂട്ടും കഴിഞ്ഞ് കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് മുടിയൊക്കെ മീശയൊക്കെ വളർത്തിയിട്ടാണ് നമ്മൾ ഫൈനലി തലമുടി വെട്ടുന്നതിന് മുന്നേ റെഡിയിൽ ഇടിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തലമുടി അതേപോലെ പറ്റ വെട്ടിച്ചത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഞങ്ങൾ കണ്ട കാലഘട്ടത്തിൽ, ഇപ്പൊ ഞാനും സുരേഷ് ചേട്ടനൊക്കെ എഴുതിയ കാലഘട്ടത്തിൽ
നമ്മളൊരു ചട്ടമ്പി എന്ന് പറയുമ്പോൾ അതിന് അങ്ങനത്തെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മറവത്തൂർ കനവ് മാത്രമല്ല, നമുക്ക് ഒരുപാട് സിനിമകൾ റെഫറൻസുകൾ ഞങ്ങളുടെ കയ്യിലും ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ച് നമ്മൾ ഫോമുലേറ്റ് ചെയ്ത് അന്ന് വരപ്പിച്ച ഇമേജിലോട്ട് ഞങ്ങൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു. ആ സിനിമ മാത്രമല്ല, ഒരുപാട് സിനിമകളെ കാര്യം ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാനും അല്ല നിങ്ങൾ പോലും ആ കാലഘട്ടത്തെ ഒരുപാടൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മളുടെ പേരൻസിനോട് ചോദിച്ചാൽ പോലും അവർക്കൊരു പെർട്ടിക്കുലർ അവർ ആ സമയത്ത് ജനിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ കണ്ട സിനിമകളും ഇവരോടൊക്കെയുള്ള ചർച്ചയും സുരേഷ് ഏട്ടനുമായിട്ടൊക്കെ കോർത്തിണക്കിയിട്ടാണ് ആ ലുക്കിലേക്ക് വന്നത്. ആ സിനിമ മാത്രമല്ല, പഴയകാലം റെഫർ ചെയ്യുന്ന എല്ലാ സിനിമകളും ഞങ്ങളുടെ റെഫറൻസിലുള്ളത്. അല്ല, ഈ പള്ളിച്ചട്ടമ്പി എന്ന പേര് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നാടൻ മാസ് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇതൊരു കാലഘട്ടത്തിന്റെ സിനിമയാണ്, ഒരു നാടിന്റെ സിനിമയാണ്. 1950 തൊട്ട് 60കളിൽ വരുന്ന ആ ഒരു പശ്ചാത്തലം മുന്നിൽ നിർത്തിയിട്ടാണ് നമ്മൾ ഈ സിനിമ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ബാക്ക് ഡ്രോപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇനി ആ നാടും ആ നാട്ടിലെ നായകന്റെ കഥയാണ് പള്ളിച്ചട്ടം. ആ പേര് എങ്ങനെ വന്നു ചേർന്നു, ഇതെല്ലാം ആക്ച്വലി സിനിമയുടെ ഭാഗമാണ്. ചട്ടമ്പി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും, പക്ഷെ പള്ളിച്ചട്ടമ്പി അതെന്തിന്, എങ്ങനെ, അതാണ് ആക്ച്വലി ഈ സിനിമയുടെ ഓവറോൾ ഒരു ഡ്രൈവ്. ഇതിൽ ഈ പറഞ്ഞ പോലെ ചട്ടമ്പി എന്ന് പറയുന്ന പോലെ, ഇപ്പൊ നേരത്തെ ടോബി പറഞ്ഞ പോലെ ഓരോ വാക്കും പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നതിന്റെ ഒരു അർത്ഥമല്ല ഇപ്പൊ ആക്ച്വലി ചട്ടമ്പി എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഒരു തല്ലുണ്ടാക്കുന്നവൻ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വീട്ടിൽ പറയും എടാ ചട്ടമ്പിത്തരം കാണിക്കല്ലോ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കോൺവെർസേഷൻ വരുന്നല്ലോ. പക്ഷെ അങ്ങനെയല്ല. പണ്ട് ചട്ടമ്പി എന്ന് പറഞ്ഞാൽ അതിന് ടോട്ടലി വേറൊരു ഡൈമെൻഷൻ ആയിരുന്നു ആ വാക്കിന്റെ അർത്ഥത്തിന് പോലും. അതായത് ചട്ടങ്ങൾ അറിയാവുന്നവൻ, അല്ലെങ്കിൽ ആ ഒരു മാസ്റ്റർ എന്നൊക്കെ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു രീതിയിലാണ് ആ ക്യാരക്ടർ ഡിപ്പിക്ട് ചെയ്തത്. ഒരു നാടിന്റെ നായകനായിട്ട് പോർട്രേ ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ട മാസ് എലിമെന്റുകൾ എന്ന് പറഞ്ഞാൽ ഡയലോഗുകളാണെങ്കിലും ഫൈറ്റുകളാണെങ്കിലും എല്ലാം, ഈ പറഞ്ഞ ഫാമിലി ഇമോഷൻ ആണെങ്കിലും പാട്ടുകളാണെങ്കിലും എല്ലാം അളവിന് നമ്മൾ വെച്ചിട്ടുണ്ട്, ഒന്നും അധികമായിട്ട് വെച്ചിട്ടില്ല. കാര്യം ഈ സിനിമ തന്നെ ഏകദേശം 2.25 മണിക്കൂർ ആണ് നമ്മുടെ സിനിമയുടെ ലെങ്ത്തും. അപ്പൊ നിങ്ങൾക്കറിയാം എല്ലാം കറക്റ്റ് അളവിനാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്.